ഹലോ, ഇന്നത്തെ കേക്ക് ഒരു ഫോണ്ടൻ വർക്കിൻ്റെയാണ്. ഇപ്പോൾ 2 കേക്ക് ഫോണ്ടൻറ്റിലും ഒരെണ്ണം നോർമൽ കേക്കും ആനിവേഴ്സറി കേക്കുമാണ്. അപ്പോൾ ഓരോരോ കേക്കുകൾ ചെയ്യുമ്പോഴും ഓരോരോ അനുഭവങ്ങളും വ്യത്യസ്തങ്ങളും ആയിട്ടുള്ള ഓരോ ദിവസങ്ങളാണ് നമുക്കുണ്ടാവുക. അപ്പോൾ ഓരോ ഓർഡേഴ്സ് വരുമ്പോഴും അത് ഭയങ്കരമായിട്ട് ചില കേക്കുകൾ ചെയ്യാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിലൊരു കേക്കാണ് ഇത്. അവർ തന്നിട്ടുണ്ടായിരുന്ന റെഫറൻസ് പിക്ക് വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ചെയ്യുമ്പോൾ നമുക്കതുപോലെ ആക്കി കൊടുക്കുക കസ്റ്റമർക്ക് എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ചില കേക്കുകൾ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടാറുണ്ട്, ചിലത് നമുക്കൊന്ന് പണി തരാറുണ്ട്. അങ്ങനെ വളരെ ഇഷ്ടത്തോടും കൂടി ചെയ്ത ഒരു കേക്കായിരുന്നു ഇന്നത്തെ 2 ഫോണ്ടൻ വർക്ക് ഉണ്ടായിരുന്ന കേക്ക് കേട്ടോ. അപ്പോൾ ആനിവേഴ്സറി കേക്ക് നമുക്ക് റെഡ് വെൽവെറ്റ് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമുക്കതിൽ ചോക്ലേറ്റിൻ്റെ തന്നെ ഡെക്കറേഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവർ ഫോണ്ടൻറ്റിൻ്റെ തന്നെ വർക്ക് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്തിട്ട് ചോക്ലേറ്റ് തന്നെയാണ് നമ്മൾ കളർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആനയുടെ ആ ഒരു കേക്ക് ഉണ്ടായിരുന്നത് നമുക്ക് ബാൻജോയിലുള്ള ഫ്ലേവറായിരുന്നു കേട്ടോ. അതാണ് ഈ കേക്ക്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാൻജോ ഉള്ളിൽ ഫില്ലിങ് കൊടുത്തിട്ട് 3 കിലോയിലുള്ളൊരു ടോൾ കേക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ അതിലൊരു ടെഡിയുടെ ഒരു കേക്ക് ഉണ്ടായിരുന്നു. ആ ടെഡിയുടെ കേക്കും നമുക്ക് ചോക്ലേറ്റിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് വെച്ചിട്ട് തന്നെയാണ് നമ്മളത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ വർക്കും അതെ, അവർ തന്ന റെഫറൻസ് വെച്ചിട്ടാണ് അതിലത്തെ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾക്ക് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ എലിഫൻറ്റിൻ്റെ കേക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പാരച്യൂട്ടുകളുണ്ടായിരുന്നു. അപ്പം നമ്മളത് പേപ്പർ ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പേപ്പർ ഷീറ്റ് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു പാരച്യൂട്ടിൻ്റെ ഡിസൈൻ അതിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കിതിൻ്റെ ലാസ്റ്റ് ഒരു ലുക്കിലോട്ട് തന്നെ ഇനി പോവാം. ഇതൊക്കെ ഓരോ വർക്കും മൈന്യൂട്ടായിട്ട് കാണിച്ചത് ഇത്രയും വർക്ക് ഒരു കേക്കിലുണ്ട് എന്ന് കാണിക്കാനും കൂടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ കേക്കിൻ്റെ ലാസ്റ്റ് ലുക്കൊന്ന് കാണിച്ചു തരാം, അതിൻ്റെ ഡെക്കറേഷൻ എങ്ങനെയാണെന്നൊക്കെ വരുന്നത്. ഇതാണ് നമ്മളെ പാരച്യൂട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ഒരു റെഫറൻസ് പിക്ക് തന്നതിലെ പോലെ അടിയിൽ ഫോണ്ടൻ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റിലാണ് വിപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പുറമെ നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ വർക്ക് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലൗഡും പിന്നെ പാരച്യൂട്ടും പിന്നെ എലിഫൻറ്റ്, നമ്മുടെ കുട്ടി എലിഫൻറ്റ് ആ ആളെയും വെച്ചു. അങ്ങനെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട കേട്ടോ. പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് നമുക്ക് ഇനി ചോക്ലേറ്റിലാണ്. ചോക്ലേറ്റിൻ്റെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഒരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്കാണത്. അതിൽ ഫിനിഷിങ് ഇതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.